മധുരം ജീവിത സായാഹ്നം മഹനീയം ഈ സായം സന്ധ്യ ഭയമിനിയും വേണ്ട കണ്ണീരും വേണ്ട കർത്താവാം ദൈവം കരം പിടിക്കും. ലോകമെമ്പാടുമുള്ള എല്ലാ ഗുഡ്നസ് TV പ്രേക്ഷകരെയും വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ മധുരം ജീവിത സായാഹ്നം എന്ന ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രിയമുള്ളവരെ, ഇന്ന് മാതാപിതാക്കൾ മക്കൾ ബന്ധം മറ്റേതൊരു ബന്ധത്തേക്കാൾ കൂടുതൽ ശിഥിലമാകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പ്രായമാകുമ്പോൾ മാതാപിതാക്കളെ അവഗണിക്കുന്ന ഒരു അല്ലെങ്കിൽ വേണ്ട വിധത്തിലുള്ള പരിഗണന, പരിചരണം, സ്നേഹം, കരുതൽ കൊടുക്കാത്ത മക്കളുടെ എണ്ണം കൂടി വരികയാണ്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഒരു നല്ല കുടുംബത്തെ, മാതാപിതാക്കളെ പൊന്നുപോലെ നോക്കുന്ന മക്കളുടെ ഒരു നല്ല കുടുംബത്തെ നമുക്കിന്ന് പരിചയപ്പെടാം. തൃശ്ശൂർ അതിരൂപതയിലെ കുരിയച്ചിറ സെൻറ് ജോസഫ്സ് പള്ളി ഇടവകയിൽപ്പെട്ട തെക്കൂടൻ ജോസ് സിസിലി എന്ന മാതാപിതാക്കളുടെ കുടുംബമാണ്. 92 86 വയസ്സുള്ള ഈ മാതാപിതാക്കൾക്ക് ദൈവം അനുഗ്രഹമായി 5 ആൺമക്കളെ നൽകി. ആ ആൺമക്കള് ഇന്ന് പ്രായമായ ഈ മാതാപിതാക്കളെ തങ്ങളുടെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്ന അനുഭവമാണ് നമ്മൾ കാണുന്നത്. ആ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം. ഇത് തെക്കൂടൻ ജോസ് സിസിലി ദമ്പതികളുടെ ഭവനം. തൃശ്ശൂർ ജില്ലയിലെ കുരിയച്ചിറയിലാണ് ഇവരുടെ ഭവനം സ്ഥിതി ചെയ്യുന്നത്. സെന്റ് ജോസഫ് ചർച്ച് കുരിയച്ചിറ ആണ് ഇവരുടെ ഇടവക ദേവാലയം. ഇതാണ് ജോസ് സിസിലി ദമ്പതികൾ. പ്രാർത്ഥനാ നിർഭരമായ ജീവിതത്തിലൂടെ കുടുംബത്തിൽ ദൈവാനുഗ്രഹം നേടിക്കൊടുക്കുന്നവരാണിവർ. ദൈവകൃപയാൽ അനുഗ്രഹീതമായ കുടുംബമാണ് ഇവരുടെ കുടുംബം. മക്കളെല്ലാവരും പൊന്നുപോലെയാണ് ഇവരെ പരിപാലിക്കുന്നത്. അത് അവരുടെ വാക്കുകളിൽ നിന്നും മനസ്സിലാക്കാം. അപ്പൻ്റെയും അമ്മയുടെയും മൂത്ത മകനാണ് ഞാൻ. എൻ്റെ പേര് പോളെന്ന്. ഭാര്യ വിൻസി. പെരുങ്ങോട്ടുകര തലക്കോട്ടുകര ഫാമിലിയിൽ നിന്ന് കല്യാണം കഴിച്ചിരിക്കുന്നു. എനിക്ക് 2 മക്കളാണ്. മകള് നൈസി, അവളുടെ വിവാഹം കഴിഞ്ഞു. അവളുടെ ഹസ്ബൻഡ് UK വർക്ക് ചെയ്യണു. ഒരു പേരക്കുട്ടിയാണ് ഉള്ളത്. പിന്നെ മകൻ നൈജു, അവനിപ്പോൾ CA കഴിഞ്ഞ് ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യണു. അപ്പനെ കുറിച്ചുള്ള അനുഭവങ്ങളെന്ന് പറഞ്ഞാൽ, അപ്പന് ഒരു അനിയൻ ഇളപ്പൻ്റെ 3-4 കുട്ടികൾ, ഞങ്ങൾ 5 കുട്ടികൾ. അങ്ങനെ ഒരേ പ്രായക്കാർ കുറച്ച് കുട്ടികൾ ഉള്ളൊരു ഫാമിലിയാണ്. ഞങ്ങളന്ന് അപ്പനും ഇളപ്പനൊക്കെ ഒരു വീടാണ്. അപ്പോൾ ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചിരുന്നത്, ഇളപ്പൻ്റെ മക്കളുടെ കാര്യങ്ങളായാലും ശ്രദ്ധിച്ചിരുന്നത് അപ്പൻ തന്നെയാണ്. എന്ന് വെച്ചാൽ ഇപ്പോൾ ഞായറാഴ്ചയാണ് അപ്പൻ ഫ്രീ ആയിട്ടുണ്ടാവുക എന്ന് പറഞ്ഞാൽ അന്നാണ് എല്ലാ വർക്കുകളും അപ്പൻ ചെയ്യുന്നത്, കണ്ടിരിക്കുന്നത്. രാവിലെ എന്തെങ്കിലും വീട്ടിലുള്ള പണികൾ കാര്യങ്ങൾ അത് ചെയ്യാൻ സഹായിക്കും. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് അന്ന് പശുവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെ കൊണ്ടുപോയി തീറ്റിക്കുന്നതും കുളിപ്പിക്കുന്നതും, അതുപോലെ തന്നെ ഞങ്ങളും അപ്പോൾ അതിൻ്റെ കൂടെ കൂടും. തോട്ടിലെ തോർത്തുമുണ്ടുകൊണ്ട് മീൻ പിടിക്കുന്ന അനുഭവങ്ങൾ. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞങ്ങളെ എല്ലാവരെയും കുളിപ്പിച്ച് തരുന്നത് ശരിക്കും പറഞ്ഞാൽ ഞായറാഴ്ച ദിവസം അപ്പനാണ്. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങളെ ചിൽഡ്രൻസ് പാർക്കിലേക്ക് കൊണ്ടുപോവുക. ഇവിടെ നിന്ന് കഷ്ടിയൂർ 2 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ അതെല്ലാ ഞായറാഴ്ചയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ അവിടെ നിന്ന് ഞങ്ങൾക്ക് മടക്കം വരുമ്പോൾ കപ്പലണ്ടി ആണ് വാങ്ങിച്ച് തരാം.
അത് അവിടെ വെച്ച് അല്ലെങ്കിൽ വഴിയിൽ വെച്ച് പൊളിക്കാനോ തിന്നാനോ അനുവദിക്കില്ല. വീട്ടിൽ കൊണ്ടുവന്ന് അത് എല്ലാവർക്കും പങ്കുവെച്ച്, അപ്പം അമ്മാമ്മയുണ്ട്, അമ്മയുണ്ട്, മറ്റേ ഇളയപ്പനുണ്ട്, ഇളയമ്മയുണ്ട്, അങ്ങനെ എല്ലാവർക്കും പങ്കുവെക്കുന്ന ആ ഒരു ശീലം അത് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് തുടരുന്നത്. എന്നുവെച്ചാൽ എന്തെങ്കിലുമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അത് അമ്മ അത് ഞങ്ങളുടെ 5 വീടുകളിലേക്കും ആ ഷെയർ എത്തിക്കും. അതിപ്പോൾ ഒരു ചെറിയൊരു അല്ലെങ്കിൽ എണ്ണം കുറഞ്ഞായിട്ടാണെങ്കിൽ കൂടി അത് അങ്ങനെ പങ്കുവെക്കുന്ന ആ ഒരു ശീലം അതൊരു നല്ല ഒരു അനുഭവമാണ് അപ്പനെ കുറിച്ച് പറയുമ്പോൾ. അതുപോലെ തന്നെയാണ് മുടക്കുള്ള ദിവസമാണെങ്കിൽ, സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് മുടക്കുള്ള ദിവസമാണെങ്കിൽ നിർബന്ധമായിട്ടും കുർബാനയ്ക്ക് പോയിക്കൊള്ളണം. അതൊരു അപ്പൻ്റെ ഒരു ഓർഡർ തന്നെയാണ്. അത് നല്ല ഒരു സമയം വരെ ഞങ്ങൾ അങ്ങനെ തന്നെയാണ് എല്ലാവരും പോയിരുന്നത്. ഇന്ന് രാവിലെ വരെയുള്ളതായാലും കുർബാനയൊന്നും ഞങ്ങൾ മുടക്കിയിട്ടില്ല. അതിപ്പോൾ ഞാനായാലും അനിയന്മാരായാലും പറ്റാവുന്ന പേരക്കുട്ടികളൊക്കെ ആയാലും ആ രീതിയിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കുറേ കാലങ്ങളായിട്ട് പള്ളിയിലെ ഓൾട്ടർ ബോയ്സിൽ ഞങ്ങളുടെ ഫാമിലിയിൽ നിന്ന് 2 ആളെങ്കിലും ചുരുങ്ങിയതുണ്ടാവും. അപ്പോൾ അങ്ങനെ ആ പള്ളിയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും സജീവമായിട്ട് നിൽക്കുന്നുണ്ട്. എൻ്റെ പേര് വിൻസി. മൂത്ത മരുമകളായിട്ട് ഇവിടേക്ക് വന്നു. എനിക്ക് പറയുകയാണെങ്കിൽ ഇപ്പോൾ വളരെ ചെറിയൊരു കുടുംബത്തിൽ നിന്നാണ് ഞാൻ വന്നത്. ആകെ 3 അംഗങ്ങളുണ്ടായിരുന്നുള്ളൂ. അവിടെ നിന്ന് വലിയൊരു ഫാമിലിയിലേക്ക് കല്യാണം കഴിച്ച് വന്നപ്പോൾ തന്നെ എനിക്ക് പകപ്പൊന്നും തോന്നിയിട്ടില്ല. പക്ഷേ ഞാൻ കല്യാണം കഴിഞ്ഞ് അവിടേക്കൊക്കെ ചെല്ലുമ്പോൾ അവിടെയുള്ളവർ ചോദിക്കും എങ്ങനെയുണ്ട് വീട് എന്നൊക്കെ. പക്ഷേ അപ്പം ഞാൻ പറയും അവിടെ കുറേ അധികം ആൾക്കാരുണ്ട്, പക്ഷേ അവരുടെയൊക്കെ ചേർത്താരാണ് ഞാൻ. എല്ലാവരും പറയുമ്പോൾ ചേർത്താരാണല്ലോ. പക്ഷെ അവരുടെ ഇടയിലൊക്കെ കിടന്ന് നടക്കുമ്പോൾ അവരുടെ ഒരു പെങ്ങളെ പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളൂ. സന്തോഷമായിട്ട് തന്നെ പോകുന്നു. 30 വർഷമായി ഇപ്പോൾ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട്. 7 വർഷമാണ് ഞങ്ങൾ തറവാട്ടിൽ ഒരുമിച്ച് നിന്നിട്ടുള്ളൂ. അത് കഴിഞ്ഞപ്പോൾ പിന്നെ വീട് മാറി. എന്നാലും ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരും. എല്ലാവരുമായിട്ട് ഇപ്പോഴും വളരെ സന്തോഷത്തിലേക്കാണ് കഴിഞ്ഞു പോകുന്നത്. ഞങ്ങൾ 5 മക്കളാണ്. അതിൽ ഞാൻ 2ാമത്തെ ആളാണ് അഗസ്റ്റിൻ. എൻ്റെ വൈഫ് മിനി, അജിത്ത്, അൽജോ, അരുൺ, അഞ്ജു, അങ്ങനെ 4 മക്കളാണ് ഉള്ളത്. അതിൽ ഫസ്റ്റിലത്തെ ട്രിപ്പിൾസാണ്. അതിൽ അജിത്ത് മാത്രമേ ഇവിടെ ഉള്ളൂ. 2ാമത്തെ ആൾ എക്സാമായിട്ട് പോയേക്കാണ്. 3ാമത്തെ ആൾ പുറത്തേക്ക് മാൾട്ടയിലേക്ക് പോയേക്കാണ്. എൻ്റെ അപ്പൻ്റെ ജീവിത സാഹചര്യങ്ങൾ പറയുകയാണെങ്കിൽ ആൾ 15-ാം വയസ്സിൽ ജോലിക്ക് കയറിയിട്ടുണ്ട്, കുടുംബ പ്രാരാബ്ദം നിമിത്തം. ആളുടെ അപ്പൻ നേരത്തെ മരിച്ചു. അപ്പോൾ വീട്ടിലെ കാർന്നിരുന്നുള്ള നിലയ്ക്ക് ജോലിഭാരം ഏറ്റെടുത്ത് ആൾ വർക്കിന് പോയിട്ടുണ്ട്. 15 വയസ്സ് തൊട്ട് ജോലിയിൽ പ്രവേശിച്ചിട്ടുണ്ട്. ആളുടെ ഒരു പ്രകൃതി എൻ്റെ ഓർമ്മ വെച്ച് എവിടേക്കും എന്ത് പരിപാടിക്കും ഞങ്ങളെ കൊണ്ടുപോകും. അത് ഞങ്ങൾ നടന്നാൽ പോവാൻ ഞങ്ങൾക്കതൊരു വിഷമമില്ല. അതേപോലെ അമ്മയ്ക്കൊരു പ്രത്യേകതയുള്ളത്, ആര് വിരുന്ന് കൊണ്ട് എന്തെങ്കിലും സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും അത് അപ്പനെ കാണിച്ചതിന് ശേഷമേ എല്ലാവരും കൂടി ഷെയർ ചെയ്യുള്ളൂ. ആൾക്ക് പുലർച്ചെ പ്രാർത്ഥന വേണം, അത് നിർബന്ധമാണ്. അതിപ്പോൾ ഞങ്ങളും തുടരുന്നുണ്ട്. അന്നത്തെ പഠിപ്പിച്ചതിൻ്റെ ഗുണം. അതുപോലെ കുർബാന മുടക്കില്ല ആൾ. ഒരു ചെറിയൊരു നീർവീഴ്ച ഉണ്ടെങ്കിൽ കൂടി ആൾ കിടക്കില്ല, ആൾ എഴുന്നേറ്റ് പോകും. അതിൻ്റെ ഗുണം ഇപ്പം ഞങ്ങൾക്കും കിട്ടിയിട്ടുണ്ട്. ഞങ്ങളും അത് മുടക്കില്ല. സാധിക്കാവുന്നവരെല്ലാവരും അതിനും പോകും. അതെ, ഞാൻ 28 വർഷമായി കല്യാണം കഴിഞ്ഞ് വന്നിട്ട്. അന്ന് തൊട്ടേ കാണുന്നുണ്ട് അപ്പൻ്റെയും അമ്മയുടെയും ആ സ്നേഹം. എന്ത് പരിപാടിക്ക് പോയാലും പ്രാർത്ഥന മുടക്കിയിട്ടുള്ള ഉറക്കമുണ്ടാവില്ല. എങ്ങനെ പോയാലും പ്രാർത്ഥന എത്തിക്കണം. പിന്നെ അപ്പനെ സംബന്ധിച്ച് ഒരു ഞായറാഴ്ച ആയാലും വീട്ടിലിരുന്ന അപ്പന് ബൈബിൾ വായനയും എല്ലാ കാര്യങ്ങളും മുടക്കുണ്ടാവില്ല. മടുപ്പില്ല പ്രാർത്ഥന എത്തിക്കുന്നതിലായാലും ബൈബിൾ വായനയിലായാലും. കുർബാന തുടങ്ങിയിട്ട് അപ്പൻ പോണതിന് ചെല്ലുമ്പോഴേക്കും തുടങ്ങിയ അപ്പം അടുത്ത കുർബാനയിലും കണ്ടിട്ട് വരുള്ളൂ. മുഴുവൻ കുർബാനയാണ് അപ്പൻ്റെ ഏറ്റവും വലിയ ഇത്. പകുതി കുർബാനയൊന്നും കാണാൻ പറ്റില്ല. പിന്നെ വളരെ സ്നേഹത്തോടു കൂടിയിട്ടാണ് അപ്പനും അമ്മയും മരുമക്കളാണെന്നുള്ളൊരു ചിന്ത ഞങ്ങളുടെ 5 പേരുടെ അടുത്തുണ്ടായിട്ടില്ല. പിള്ളേരോടായാലും അതുപോലെ വളരെ സ്നേഹമാണ്. അപ്പം ഞങ്ങൾ പിള്ളേരെ ചീത്ത പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പനാണ് വിഷമം. പിള്ളേരെ തല്ലിയാലും അപ്പന് ഭയങ്കര വിഷമമാണത്. എൻ്റെ പേര് സൈമൻ. ഞാൻ ജോസിൻ്റെ 3ാമത്തെ മകനാണ്. അമ്മയുടെ പേര് സിസിലി. എൻ്റെ ഭാര്യയുടെ പേര് ലിൻസി. 2 ആൺപിള്ളേർ സിൽജോ, സാൻജോ. പിന്നെ അവർ അപ്പനമ്മ എന്നെ നല്ല രീതിയിൽ വളർത്തി. എന്നും കുർബാനയ്ക്ക് വിട്ടിരുന്നു, കുർബാനയ്ക്ക് പോയിരുന്നു.
കുടുംബ പ്രാർത്ഥന പുലർച്ചയ്ക്കായാലും രാത്രിയായാലും മുടക്കാറില്ല. എല്ലാം കറക്റ്റ് നേരങ്ങളിൽ 5:30 ആകുമ്പോഴേക്കും അപ്പം വിളിക്കും. അതനുസരിച്ച് കുടുംബ പ്രാർത്ഥന എല്ലാവരും മൊത്തം ഒരുമിച്ച് എത്തിക്കും. അങ്ങനെയായിരുന്നു ഇങ്ങിരുന്ന് പള്ളിയിലേക്ക് മുടക്ക് വരുത്താതെ പോയിരുന്നു. മാസത്തിൽ കുമ്പസാരം കാര്യങ്ങളൊക്കെ നടത്തിയിരുന്നു. അങ്ങനെ നല്ല ശീലങ്ങൾ അപ്പൻ ഞങ്ങൾക്ക് വളർത്തി തന്നു. അപ്പന് യാതൊരു ദുശീലങ്ങൾ യാതൊന്നുണ്ടായിരുന്നില്ല. ഞങ്ങളും അതുപോലെ തന്നെ തുടർന്ന് പോകുന്നു. എൻ്റെ പേര് ലിൻസി. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് 25 വർഷം കഴിഞ്ഞു. അമ്മയും അപ്പനും വളരെയധികം ഭക്തിയിലും പ്രാർത്ഥനയിലുമാണ് കഴിഞ്ഞിരുന്നത്. ഒരു ചീത്ത പറയുകയോ തല്ലോടുകയോ ഒന്നുമില്ല. നല്ലൊരു കുടുംബജീവിതമായിരുന്നു. പ്രാർത്ഥനയ്ക്ക് മുൻതൂക്കം കൊടുത്തിരുന്നു. ഞാൻ ആൻഡോ ജോസിൻ്റെയും സിസ്ലീൻ്റെയും 4ാമത്തെ മകനാണ്. എൻ്റെ ഭാര്യ ആൻസി, മൂത്ത മോൻ ആൻജോ, അവനിവിടെ ഇല്ല, എക്സാമിന് പോയേക്കണേ. ഇത് 2ാമത്തെ മോൻ എബിൻ. എൻ്റെ അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെ വളരെ കെയറോടുകൂടിയാണ് ഞങ്ങളുടെ അപ്പനും അമ്മയും ഞങ്ങളെ വളർത്തിയേക്കുന്നത്. ഓരോ കാര്യങ്ങളും ഞങ്ങൾക്ക് വേണ്ടത് അപ്പാപ്പ നമ്മൾ മറന്നു കിടക്കുകയാണെങ്കിലും അത് ഓർമ്മപ്പെടുത്തി ഇതായിട്ട് ചെയ്യിക്കും. പിന്നെ ഒരു ഞായറാഴ്ച ഇവിടെ വന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ആൾ അന്വേഷിച്ച് അങ്ങോട്ട് വരും. എന്താ നിനക്ക് പറ്റിയ, എന്താ വല്ല അസുഖമായിട്ടിരിക്കുകയാണോ എന്താന്ന് വെച്ച് വരും. പിന്നെ ഞാൻ ഈ കൺസ്ട്രക്ഷൻ ഫീൽഡിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് പണിക്ക് ഇറങ്ങണ ടൈമിൽ എനിക്ക് തന്നിട്ടുള്ള ഉപദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളിന് അനാവശ്യമായിട്ട് ബുദ്ധിമുട്ടിക്കരുത്. ഒരാളുടെ അനർഹമായിട്ടുള്ള ഒരു വസ്തുവും ഞങ്ങൾക്ക് ഇവിടെ നമ്മുടെ കുടുംബത്തേക്ക് കൊണ്ടുവരണ്ട. പിന്നെ അതുപോലെ തന്നെ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിച്ചിട്ട് ഒരു സമ്പാദ്യം നിങ്ങൾ ഉണ്ടാക്കണ്ട. മറ്റുള്ളവരെ സഹായിച്ചോ, അതിൽ യാതൊരു മടിയും കാണിക്കണ്ട. അതിനുള്ള പ്രതിഫലം തമ്പുരാൻ തരും. അവർ തന്നില്ലെങ്കിലും തമ്പുരാൻ തരും എന്ന് പറയും എപ്പോഴും. എൻ്റെ പേര് ആൻസി. എൻ്റെ വീട് മുക്കാട്ടുകരയാണ്. ഞാൻ 4ാമത്തെ മരുമകളാണ്. ഞാൻ വിവാഹം കഴിഞ്ഞിട്ട് 19 വർഷമായി ഈ വീട്ടിലേക്ക് വന്നിട്ട്. അപ്പനും അമ്മയും സ്വന്തം മകളുടെ പോലെ തന്നെയാണ് ഞങ്ങളെ കരുതിയിട്ടുള്ളത്. 5 ആൺമക്കളുടെ പോലെ തന്നെ ഞങ്ങളുടെ 5 മരുമക്കളെയും അവർ മക്കളുടെ പോലെ തന്നെ കരുതിയിട്ടുണ്ട്. അപ്പൻ ഇവിടെ വന്നപ്പനെ അപ്പനിൽ ഞങ്ങൾ നല്ല സമ്പാദ്യശീലം കണ്ടിട്ടുണ്ട്. കൂടപ്പിറപ്പുകൾ ഒരുപാട് കരുതലോടെ സ്നേഹിക്കണ ഒരു അപ്പനെ ഞങ്ങൾക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. അധികം ആർഭാടങ്ങളൊന്നും ഇല്ലാത്ത ലഘുവായ ജീവിതമാണ് അപ്പൻ നയിച്ച് ഞങ്ങൾ കണ്ടിട്ടുള്ളത്. പിന്നെ ഇന്നും അപ്പൻ എപ്പോഴും പറയണൊരു വാക്കുണ്ട്, നിങ്ങൾ എന്നും ഒരുമയോടും സ്നേഹത്തോടും അധികം ആർഭാടങ്ങളൊന്നും ഇല്ലാണ്ട് ജീവിക്കണമെന്ന് ഇന്നും കൂടി ഞങ്ങളുടെ അടുത്ത് പറഞ്ഞൊരപ്പനെയാണ് ഞങ്ങൾക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. എൻ്റെ പേര് ഡേവിസ്. ഞാൻ അപ്പൻ്റെ താഴെയുള്ള മകനാണ്, 5ാമത്തെ മകൻ. ഞങ്ങൾ 5 ആൺകുട്ടികളാണ്. അതിലെ ഏറ്റവും താഴെയുള്ള മകനാണ് ഞാൻ. എൻ്റെ കൂടെയാണ് അപ്പനമ്മയും താമസിക്കുന്നത്. ഞാൻ കല്യാണം കഴിച്ചാണ് അരിമ്പൂര് കുണ്ടുകുളം, പാർക്കെ കുണ്ടുകുളത്ത് നിന്ന്. അവിടുന്ന് മൂത്ത മോള്, 3 പെൺകുട്ടികളാണ്. അവിടുന്ന് മൂത്ത മോളെയാണ് കല്യാണം കഴിച്ചതാണ്, ബിജി എന്ന് പേര്. ഞങ്ങൾക്ക് 3 മക്കളാണ്. മൂത്തത് മോള് അനറ്റ്, 2ാമത്തെ മോൻ അനക്സ്, 3ാമത്തെ മോൻ അനസ്റ്റീൻ. അങ്ങനെ 3 മക്കളാണ് ഞങ്ങൾ. പിന്നെ അപ്പനെ കുറിച്ച് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൻ ചെറുപ്പം മുതൽ തന്നെ പറയും, കുടുംബ പ്രാർത്ഥനയ്ക്ക് എപ്പോഴും വീട്ടിൽ സമയത്തിന് വരണം, കുടുംബ പ്രാർത്ഥനയിൽ പങ്കെടുക്കണം, നീ കാണിച്ചു കൊടുക്കണം മാതൃകയാണ് നിൻ്റെ മക്കളും പിന്തുടരുക. അപ്പോൾ അത് നീ പ്രത്യേകം ശ്രദ്ധിച്ചോളോ, എങ്ങോട്ട് പോയാലും പള്ളിയിൽ പൊക്കോളോ, കുർബാന കണ്ടോളോ, വിശുദ്ധ കുർബാന കണ്ടോളോ എന്നൊക്കെ പറയാറുണ്ട്. അതേപോലെ ഇതുവരെയൊക്കെ കണ്ടും ഇതൊക്കെ ആയിട്ട് പോകുന്നുണ്ട്. ഇനിയും അങ്ങനെ തന്നെ ആൾ പറഞ്ഞ നന്മകൾ ഓർത്ത് ജീവിക്കും എന്നുള്ള ഒരു ഉത്തമ വിശ്വാസമുണ്ട്. പിന്നെ ചേട്ടന്മാർ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും അപ്പൻ്റെ അടുത്തേക്ക് വരും. ഞായറാഴ്ച വൈകിട്ട് എല്ലാവരും കുറച്ച് നേരം ഒരു 8:30-9 മണി വരെ വന്ന് അപ്പൻ്റെ അടുത്ത് എല്ലാ മക്കളും പേരമക്കളും അവരെ ഭാര്യമാരും കൂടി ഇരുന്ന് വർത്തമാനം പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ എല്ലാ ചെറുവക സ്നാക്സ് അങ്ങനെയൊക്കെ കഴിച്ച് പോവും. അങ്ങനെ എല്ലാ വിശേഷങ്ങളും ഞങ്ങൾ പങ്കുകൂടാറുണ്ട്. ക്രിസ്മസ്, ഓണം, ഈസ്റ്റർ അത് എല്ലാവരുടെ വീടുകളിലും മാറി മാറി ഒരേ കൊല്ലം ആഘോഷിക്കും. അപ്പോൾ അതൊക്കെ അപ്പം തന്ന ഒരു കൂട്ടായ്മ മാതൃക ഞങ്ങൾ പിന്തുടരുന്നുണ്ട്. ഇപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് 14 വർഷമായി. ഞാൻ ഇപ്പോൾ ഇവിടെ അപ്പനും അമ്മയും എപ്പോഴും അവരുടെ ഓർമ്മകൾ നോക്കുമ്പോൾ ഒരുപാട് നേരം അവർ പ്രാർത്ഥന എത്തിക്കലും അപ്പനെ വന്നു കഴിഞ്ഞാൽ രാവിലെ തൊട്ട് കൊന്തെത്തിക്കുക, പ്രാർത്ഥനകൾ, പിന്നെ ബൈബിള് വായിക്കുക, അത് തന്നെയാണ് ഇപ്പോഴും ഞാൻ ഇവിടെ കണ്ടിട്ടുള്ളത്. 2 പേരും ഒരുമിച്ച് സഹകരിച്ച് സന്തോഷത്തോടു കൂടി ജീവിക്കുന്നു. മക്കളായിട്ടായാലും എല്ലാവരായിട്ടായാലും ജീവിക്കുന്നത് ഞങ്ങളിവിടെ കാണാറുണ്ട്. പിന്നെ
എപ്പോഴും അപ്പൻ കുർബാനയ്ക്കാണ് ഇപ്പോഴും ഇവിടെ പോകാൻ പറ്റാതിരുന്നപ്പോൾ തൊട്ട് 1-2 കുർബാനകളൊക്കെ ദിവസവും കാണും, ടി വിയിലൊക്കെ കാണാറുണ്ട്. പിന്നെ തീരെ പിന്നെ മാസാദി വെള്ളിയാഴ്ചകളിൽ കുർബാന കുർബാനയ്ക്കും കുമ്പസാരത്തിനൊക്കെ ഇവിടെ കൊണ്ടുവരാറുണ്ട് അപ്പന് വേണ്ടിയിട്ട്. അമ്മയും അതുപോലെ തന്നെ കുമ്പസാരിക്കും കുർബാന സ്വീകരിക്കുകയും ചെയ്യാറുണ്ട്. ഇതുപോലെ തന്നെ എനിക്ക് ഇത്ര ഇനി പറയാനുള്ളത്, എപ്പോഴും അവർ സഹകരിച്ചും സന്തോഷം, അവർ ഒരിക്കലും വേറെ വാക്ക് തർക്കങ്ങളോ വേഗമൊന്നും ഞാൻ കണ്ടിട്ടില്ല ഇവിടെ. അങ്ങനെ ഇന്നും ഈ കുടുംബത്തിൽ നിലനിൽക്കുന്ന ഐക്യത്തിന്റെ കാരണം ഈ മാതാപിതാക്കളുടെ പ്രാർത്ഥനയാണ്. സായം സന്ധ്യ ഭയമിനിയും വേണ്ട, കണ്ണീരും വേണ്ട, കർത്താവാ. പേരക്കുട്ടികൾക്കൊപ്പം സമയം ചിലവഴിക്കുമ്പോഴാണ് ഇവർ ഏറെ സന്തുഷ്ടരാകുന്നത്. വേണ്ട, കണ്ണീരും വേണ്ട, കർത്താവാം ദൈവം കരം പിടിക്കും. അപ്പാപ്പനും അമ്മാവിയും ഞങ്ങൾക്ക് കിട്ടിയതിൽ ഏറ്റവും നല്ല അപ്പാപ്പനും അമ്മാമ്മമാരും തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പാപ്പൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് പ്രാർത്ഥിക്കും, നന്നായിട്ട് പ്രാർത്ഥിക്കും. അതുപോലെ തന്നെ നന്നായിട്ട് അധ്വാനിക്കുന്ന ഒരു വ്യക്തിത്വമാണ് അപ്പാപ്പൻ്റെ. ഒപ്പം തന്നെ അതിനോടൊപ്പം തന്നെ ചേർക്കാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അപ്പാപ്പന് കിട്ടണതൊക്കെ അപ്പാപ്പൻ പങ്കുവെക്കും. അതായത് അതിനിപ്പോൾ ഒരു ഉത്തമ ഉദാഹരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പാപ്പൻ ഇപ്പം അങ്ങനെ പള്ളിയിലേക്കൊന്നും പോകാറില്ല. മുന്നേ പള്ളിയിലേക്കൊക്കെ പോകുമ്പോൾ ലത്തീം പള്ളിയിലേക്കൊക്കെ പോയിരുന്നു. അപ്പോൾ അവിടെ കുഞ്ഞ് നേർച്ച ബിസ്ക്കറ്റാണ് അവിടെ നേർച്ചയായിട്ട് കിട്ടാറ്. അപ്പോൾ അതൊക്കെ അപ്പാപ്പൻ എടുത്തു കൊണ്ടുവരും. എന്നിട്ട് കൊണ്ടുവരുന്നത് ഞങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, ഞങ്ങൾക്ക് തരാനായിട്ട്. അമ്മാമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പാപ്പനെ പോലെ തന്നെ ഭയങ്കര പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഉള്ളത് തന്നെയാണ് അമ്മാമ്മയും. അമ്മാമ്മേനെ പറ്റി പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ അമ്മമാരൊക്കെ ഇപ്പം എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മ ജോലിക്കൊക്കെ പോകുമ്പോൾ ഞങ്ങൾ 4 പേരാണ്. അപ്പം 4 പേര് വീട് മാറിയത് കൊണ്ട് ഞങ്ങൾ ആ വീട്ടിൽ നിൽക്കണോണ്ട് 2 വീട് അപ്പുറമാണല്ലോ വീട്. അപ്പം എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അമ്മാമ്മ ഞങ്ങൾ ക്ലാസ് വിട്ട് വരുമ്പോൾ ഇവിടെ കയറും താക്കോല് വാങ്ങാനായിട്ട്. അങ്ങനെ താക്കോല് വാങ്ങിച്ച് അമ്മാമ്മേനെയും കൂട്ടിയാണ് ഞങ്ങൾ പിന്നെ വീട്ടിലേക്ക് പോവുക. ആ വീട്ടിൽ പോയിട്ട് അമ്മാമ്മ അവിടെ ചായ വെച്ച് തരും. പിന്നെ അതുപോലെ ഞാനൊക്കെ ഒരു LKG പഠിക്കുന്ന സമയത്തായതുകൊണ്ട് എന്നെ കുളിപ്പിച്ച് തരല് അതൊക്കെ അമ്മാമ്മയായിരുന്നു ചെയ്തിരുന്നത്. എൻ്റെ പേര് നൈസി, ഞാൻ അപ്പാപ്പൻ്റെ മൂത്ത പേരക്കുട്ടിയാണ്. അപ്പാപ്പന് 5 മക്കൾ ആൺമക്കളായതുകൊണ്ട് തന്നെ ഞാൻ മൂത്തൊരു പേരക്കുട്ടി പെൺകുട്ടി ആയതുകൊണ്ട് ഇവർക്കൊക്കെ വലിയൊരു കാര്യമായിരുന്നു. എനിക്കറിയില്ലെങ്കിലും ഇവരെല്ലാവരും പറയാറുണ്ട് താഴ്ത്തും വെക്കില്ല, തലയിൽ വെച്ചും എടുത്തും ആണ് എപ്പോഴും കൊണ്ടു നടക്കാന്നുള്ളതിൽ. പിന്നെ പഞ്ചു പറഞ്ഞ പോലെ അപ്പാപ്പൻ തന്നെ ഭയങ്കര ഭക്തിയും കാര്യങ്ങളാണ്. അപ്പാപ്പൻ പള്ളിയിൽ പ്രാർത്ഥന, അത് കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ടുള്ള പ്രാർത്ഥന, കൊന്ത കാര്യങ്ങളൊക്കെ ഓരോ ദിവസങ്ങളിൽ 2-3 കുർബാനയൊക്കെയാണ് അപ്പാപ്പൻ ചിലപ്പോൾ കാലത്ത് കണ്ടിട്ട് വരാം. അത് കഴിഞ്ഞ് വന്ന് ആള് ഒരു പീടികയിലാണ് ജോലിക്ക് പോയിരുന്നത്. ജോലിക്ക് പോവും, അത് സൈക്കിളിന്മേലാണ് പോയിരുന്നത്. ഒരു 60-70 വയസ്സ് വരെയൊക്കെ അപ്പാപ്പൻ സൈക്കിൾ ഓടിച്ച് തന്നെ പോയിട്ടുണ്ട്. പിന്നെ സൈക്കിളിൽ നിന്ന് വീണു അങ്ങനെയൊക്കെ ആയപ്പോഴാണ് പിന്നെ ഇവിടുന്ന് അപ്പച്ചനോ പേപ്പന്മാരാരെങ്കിലും കൊണ്ടാക്കും. വൈകിട്ട് 9 മണി വരെ അപ്പാപ്പൻ്റെ ജോലി, അത് കഴിയുമ്പോൾ കൊണ്ടുവരും. ഞാൻ എപ്പോഴും പറയും അപ്പാപ്പൻ ഇങ്ങനെ ഞങ്ങളുടെ അപ്പച്ചനെ അല്ലെങ്കിൽ പേപ്പന്മാരെ അല്ലെങ്കിൽ മേമ്മമാരെയൊന്നും അപ്പാപ്പനായാലും അമ്മാമ്മയല്ലാതെ ഒരു ചീത്തയായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ചെയ്തതായിട്ട് അവർക്കൊരു താല്പര്യക്കുറവുള്ള പോലെ ഇതുവരെ പറയണ കേട്ടിട്ടില്ല. ചിലപ്പോൾ ഞാൻ അമ്മോട് പറയാറുണ്ട് നിങ്ങൾ മരിയോക്കളെല്ലാവരും ഭയങ്കര ഭാഗ്യവതികളാണ്, കാരണം ഒരു അമ്മായിമ്മ പോരൻ്റെ ഒരു ഇതൊന്നും ഉണ്ടായിട്ടില്ല. അമ്മാമ്മ അങ്ങനെ ഒരു ഇതിലൊന്നും സംസാരിച്ചിട്ടില്ല അവരോട്. എൻ്റെ പേര് അനറ്റ്, ഞാൻ അപ്പാപ്പൻ്റെ 11ാമത്തെ പേരക്കുട്ടിയാണ്. അപ്പാപ്പൻ എന്നും ഇവിടെ കുർബാന കാണും. അത് 1-2 അല്ല 3-4 കുർബാന ദിവസവും കാണും. അത് എത്ര വയ്യെങ്കിലും അപ്പാപ്പൻ അത് മാക്സിമം ഇരുന്ന് കാണാൻ ശ്രമിക്കും. ആരോടും വിഷമം ദേഷ്യം അങ്ങനെ ഒന്നുമില്ല. ഞങ്ങൾക്ക് എല്ലാവർക്കും അപ്പാപ്പന് കിട്ടുന്ന എല്ലാ സാധനങ്ങളും പങ്കുവയ്ക്കും. അമ്മാമ്മേനെ കുറിച്ച് പറയുകയാണെങ്കിൽ അമ്മയില്ലാത്ത സമയത്ത് അമ്മ പുറത്തോരോ കാര്യങ്ങൾക്ക് പോകുന്ന സമയത്ത് അമ്മാമ്മ ഞങ്ങൾക്ക് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തു തരും. ചായ വയ്ക്കുക, കൂട്ടാൻ വിളമ്പിത്തരും, അങ്ങനെയൊക്കെ ഓരോന്നൊക്കെ ചെയ്തു തരും. എൻ്റെ പേര് അജിത്ത്, അപ്പാപ്പൻ്റെയും അമ്മയുടെയും 2ാമത്തെ പേരക്കുട്ടിയാണ്. അപ്പാപ്പനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങൾ 5 ബാക്കി എല്ലാ പേരക്കുട്ടികളെയും ഒരുമിച്ചാണ് അപ്പാപ്പൻ കാണാറ്. ആരും ഇവിടെ ഇല്ലെങ്കിലും എല്ലാവരും ഒരുമിച്ച് കൊണ്ടു നടക്കുകയും അതുപോലെ എന്തെങ്കിലും കിട്ടിയാൽ അത് എല്ലാവർക്കും ഒരേപോലെ പങ്കുവയ്ക്കണ ഒരു രീതിയാണ് അപ്പാപ്പൻ്റെ. അമ്മാമ്മ ഞങ്ങൾ ഇവിടെ പേരക്കുട്ടികൾ വീട്ടിലുള്ളപ്പോൾ അപ്പനോ അമ്മയോ വീട്ടിൽ ഇല്ല, പുറത്ത് ജോലിക്ക് പോവുകയോ ഇല്ലെങ്കിൽ പുറത്തേക്ക് പോയി നേരത്ത് ഞങ്ങളെ വളരെ കാര്യമായിട്ട് ശ്രദ്ധിക്കുകയും അതുപോലെ ഇവിടെ അകത്തിരുന്ന് കളിക്കാനും പറയുകയും ചെയ്യും. എൻ്റെ പേര് നൈജു, അപ്പാപ്പൻ്റെ അമ്മാമ്മയുടെ 5ാമത്തെ പേരക്കുട്ടിയാണ്.
അപ്പാപ്പനെ പറ്റി പറയുമ്പോൾ എൻ്റെ അമ്മച്ചിയുടെ അമ്മച്ചി 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മരിച്ചു പോയതാണ്. അപ്പോൾ കല്യാണം കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് അമ്മച്ചിക്ക് അപ്പൻ്റേതായിട്ടുള്ളൊരു വാത്സല്യം കൂടുതൽ കിട്ടിയിട്ടില്ലെന്ന് അമ്മ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് നല്ല ഓർമ്മകൾ അമ്മ പറഞ്ഞതാണ് എൻ്റെ ഓർമ്മയിൽ കൂടുതലുള്ളത്. അപ്പാപ്പൻ എല്ലാ കാര്യങ്ങളും ഓർത്ത് വയ്ക്കും. നമ്മുടെ പരീക്ഷയായാലും പഠിത്തമായാലും ജോലി ചെയ്യുന്നതായാലും എല്ലാ കാര്യങ്ങളും ഓർത്ത് വെച്ച് കറക്റ്റ് സമയത്ത് നമ്മളത് ഓർമ്മപ്പെടുത്തും, നമ്മളോട് ചോദിക്കും. അമ്മാമി അതുപോലെ തന്നെയാണ്. അമ്മാമി എല്ലാ കാര്യങ്ങളും അന്വേഷിക്കും. നമ്മുടെ പരീക്ഷ എന്തായി, പഠിത്തം എന്തായി. പിന്നെ എല്ലാവരും ഞങ്ങൾ വളർന്നു വരുന്ന സമയത്ത് എല്ലാവരും അപ്പനമ്മയും ജോലിക്ക് പോയിരുന്നതായിരുന്നു. അപ്പോൾ ആ സമയത്തൊക്കെ അമ്മയുടെ സ്ഥാനത്ത് നിന്നിട്ട് കാര്യങ്ങൾ ചെയ്തു തന്നിരുന്നത് അമ്മാമയാണ്. അതും 13 പേരക്കുട്ടികളെ നോക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ 5 പേര് സമപ്രായക്കാരായതുകൊണ്ട് ഒരേ സമയത്ത് വളർന്നു വന്നുള്ളവരാ, ഒരേ സമയത്ത് വികൃതികൾ കാണിച്ച്. അതുകൊണ്ട് അതൊക്കെ അമ്മമാരില്ലാത്ത സമയത്ത് നന്നായിട്ട് ചെയ്തിരുന്നത് അമ്മാമയാണ്. അപ്പം അപ്പാപ്പനും അമ്മാമയും ഞങ്ങളെ 5 മക്കളെയും 13 പേരക്കുട്ടികളെയും നല്ല രീതിയിൽ നോക്കി വളർത്തിയിട്ടുള്ളതാണ്. എൻ്റെ പേര് സിൽജോ. ഞാൻ അപ്പാപ്പൻ്റെ 6ാമത്തെ പേരക്കുട്ടിയാണ്. ഇവിടെ അപ്പാപ്പനും അമ്മാമിക്കും 5 മക്കൾ എന്നുള്ള പോലെ ഒരേപോലെ 5 പേരക്കുട്ടികളെ ഒരുമിച്ച് കിട്ടിയിട്ടുണ്ട്, ഒരേ പ്രായക്കാർ. അപ്പോൾ അപ്പാപ്പനും അമ്മാമിക്കും അവരെ പ്രത്യേക കാര്യം തന്നെയായിരുന്നു. അപ്പാപ്പനെപ്പോഴും ഭക്തിയുടെ കാര്യത്തിലാണെങ്കിലും ഈ 5 പേരെയും ഒരുമിച്ച് കൊണ്ട് നടക്കാറുണ്ട്. ഞങ്ങളുടെ കുറുനപ്പാട് കഴിഞ്ഞപ്പോൾ തൊട്ട് അപ്പം പറഞ്ഞ സ്ഥിരം കാര്യമാണ്, നിങ്ങൾ എല്ലാവരും എന്തായാലും എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോയോളോ, ആരും അതിലൊന്നും മുടക്കം വരുത്തരുത്. നമ്മളിപ്പോൾ എവിടെയെങ്കിലും പുറത്താണെങ്കിലാ അങ്ങനെ എവിടെയാണെങ്കിലും ഇപ്പോൾ വീട്ടിലൊറ്റയ്ക്കാണെങ്കിലും അമ്മാമ്മ അപ്പോൾ വിളിക്കും, അവിടെ ആരും ഇല്ലല്ലോ, ഇവിടേക്ക് വായോ, ഇവിടെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാം ചെയ്യാന്നൊക്കെ പറഞ്ഞ് അപ്പേക്കും വിളി വരും. ഇതിപ്പോൾ ആര് എങ്ങോട്ട് പോവുകയാണെങ്കിലും കാരണം ബാക്കി വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ അമ്മാമ്മ പിന്നെ നോക്കിയോളും. പ്രിയമുള്ളവരെ, ഈ കുരിയച്ചിറ സെൻറ് ജോസഫ്സ് പള്ളി ഇടവക വികാരിയച്ഛൻ തോമസ് വടക്കൂട്ടച്ഛൻ ഈ കുടുംബത്തിൻ്റെ ഒരു നല്ല പിതാവായി ഇവരോടൊപ്പമായിരിക്കുന്ന, ഇവരുടെ മനസ്സറിയുന്ന ഒരു നല്ല ഇടയനാണ്. ആ അച്ഛൻ്റെ വാക്കുകളിലേക്ക് നമുക്ക് പോകാം. വിവാഹത്തിൻ്റെ 61ാം വാർഷികം ആഘോഷിച്ച് മുന്നേറുന്ന ജോസ് സിസിലി ദമ്പതികൾ എന്നും ക്രൈസ്തവ വിശ്വാസത്തിൽ അടിയുറച്ച് വളർന്ന തങ്ങളുടെ മക്കളെ വളർത്തുന്ന മാതാപിതാക്കളായിരുന്നു. മക്കൾ കൈക്കാരന്മാരെന്ന നിലയിൽ, അതുപോലെ തന്നെ കൊച്ചുമക്കൾ അൾത്താര ബാലസംഘത്തിൽ KCYM മതബോധന വിശ്വാസ പരിശീലകരൊക്കെ ആയിട്ട് പ്രവർത്തിക്കുന്നു. ഇവിടെ മാതാപിതാക്കൾ നൽകിയ വലിയ ആ വിശ്വാസത്തിന് മാതൃകയാണ് എന്ന് പറയാനായിട്ട് സന്തോഷമുണ്ട്. ഇവരുടെ ഈ ജീവിതം, ഇവരുടെ കുടുംബങ്ങൾ കാണിക്കുന്ന സ്നേഹവും ബഹുമാനവും ആദരവും ഒക്കെ കാണുമ്പോൾ ഇന്നും മാതാപിതാക്കൾ എന്തുമാത്രം ബഹുമാനിക്കേണ്ടതാണെന്ന്, പ്രത്യേകിച്ച് പ്രായമായവരുടെ അവസ്ഥയിൽ മക്കൾ നൽകേണ്ട സ്നേഹം, ശുശ്രൂഷ എന്താണെന്ന് കാണിച്ചു കൊടുക്കുന്ന ഒരു കുടുംബമായിട്ട് ഇവരെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്. ചേർന്ന തന്ത്രികൾ മീട്ടും സംഗീതം, കുടുംബം ഒരു മനോഹര ഗാനം. സ്നേഹമുള്ളവരെ, ഇന്ന് ഇവിടുത്തെ കുടുംബനാഥനും നാഥയും വിവാഹത്തിൻ്റെ 61ാം വാർഷികം ആഘോഷിക്കുകയാണ്. അതോടൊപ്പം തന്നെ അവരുടെ പേരക്കുട്ടിയായ അഞ്ജുവിൻ്റെ ജന്മദിനം കൂടിയാണ്. ഇവർക്ക് എല്ലാവിധ ആശംസകളും ദൈവാനുഗ്രഹങ്ങളും നേരുന്നു. ശ്രുതി ചേർന്ന തന്ത്രികൾ മീട്ടും സംഗീതം. തീന്മേശയിലും ഇവർ സ്നേഹത്തോടെ ഒന്നിക്കുന്നു, പങ്കുവയ്ക്കുന്നു. ഈ കൂടിച്ചേരൽ കുടുംബ ബന്ധങ്ങളെ ദൃഢമാക്കുകയാണ്. ഇതാണ് തെക്കുടൻ കുടുംബം സമൂഹത്തിനും ക്രൈസ്തവ കുടുംബങ്ങൾക്കും നൽകുന്ന മാതൃക.
പ്രിയമുള്ളവരെ, പ്രായമായ മാതാപിതാക്കളെ മക്കൾ എങ്ങനെ കരുതണമെന്ന ഒരു നല്ല സന്ദേശം സീറോ മലബാർ സഭയുടെ കൂരിയ മെത്രാൻ അഭിവന്യ സെബാസ്റ്റ്യൻ വാണിയപ്പുരയ്ക്കൽ പിതാവ് നൽകുന്നത് ഇപ്പോൾ കേൾക്കാം. കുറച്ച് നാൾ മുമ്പ് ഞാനൊരു ഇടവക ദിനാചരണത്തോടനുബന്ധിച്ച് നടത്തിയ പ്രസംഗത്തിൽ പ്രവാസികളായി ജീവിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട മക്കളുടെ വിശ്വാസ തീവ്രതയെക്കുറിച്ച് സംസാരിക്കുകയുണ്ടായി. നമ്മുടെ മക്കൾ കേരളത്തിൽ നിന്ന് പ്രവാസികളായിട്ട് എവിടെ പോയാലും, കേരളത്തിന് പുറത്തോ ഇന്ത്യക്ക് വെളിയിലോ എവിടെ പോയാലും അവിടെയെല്ലാം ഈ നാട്ടിൽ നിന്ന് കിട്ടിയ, വീട്ടിൽ നിന്ന് കിട്ടിയ മൂല്യങ്ങൾ കൊണ്ടുപോയി നല്ല വിശ്വാസ ജീവിതം, പ്രാർത്ഥനയിൽ അധിഷ്ഠിതമായൊരു വിശ്വാസ ജീവിതം നയിക്കുന്ന ആളുകളാണ് എന്നുള്ള വസ്തുത അടിവരയിട്ട് ഞാൻ സംസാരിച്ചു. ഈ പഠനത്തിൻ്റെയും ജോലിയുടെയും വ്യഗ്രതകൾക്കിടയിലും മാതാപിതാക്കൾ അവരുടെ ജീവിത സായാഹ്നം ഒരു ഒറ്റപ്പെടലിൻ്റെ അനുഭവത്തിലൂടെയാണ് കടന്നു പോകുന്നത്, അനുഭവിക്കുന്നത് എന്ന് വരാതിരിക്കാനായിട്ടുള്ള സവിശേഷമായൊരു ശ്രദ്ധ മക്കൾ പുലർത്തേണ്ടതാണ്. ചിലരൊക്കെ അവരുടെ ജോലി രാജിവെച്ച് മാതാപിതാക്കളെ ശുശ്രൂഷിക്കാനായിട്ട് ജീവിതം സമർപ്പിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. പക്ഷെ അങ്ങനെയൊക്കെയുള്ള അതല്ല എങ്കിൽ തന്നെയും ഏതെങ്കിലും വിധത്തിൽ അവരുടെ രോഗത്തിൻ്റെയും പ്രായത്തിൻ്റെയും സന്ദർഭങ്ങളിൽ തങ്ങൾ മക്കളാൽ പരിഗണിക്കപ്പെടുന്നില്ല, സ്നേഹിക്കപ്പെടുന്നില്ല എന്നൊരനുഭവത്തിലേക്ക് മാതാപിതാക്കൾ പോകാതിരിക്കാനായിട്ട് ഉള്ള ഒരു സവിശേഷമായ ശ്രദ്ധ മക്കളുടെ ഭാഗത്തു നിന്നുണ്ടാവട്ടെ എന്നാഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയുമാണ്. ദൈവം നിങ്ങളുടെ എല്ലാ ശുശ്രൂഷകളെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. മക്കളെ സ്നേഹപൂർവ്വം വളർത്തിയ മാതാപിതാക്കളെയും മാതാപിതാക്കളെ താല്പര്യപൂർവ്വം ശുശ്രൂഷിക്കുന്ന മക്കളെയും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവത്തിന് സ്തുതി. ആമേൻ. സഹോദരങ്ങൾ ഏകമനസ്സായി ഒരുമിച്ച് വസിക്കുന്നത് എത്ര സന്തോഷപ്രദവും ആനന്ദകരവുമാണ്. കാരണം അവിടെയാണ് കർത്താവ് തൻ്റെ സാന്നിധ്യവും അനന്തമായ ജീവനും അനുഗ്രഹവും പ്രദാനം ചെയ്യുന്നത്. ഇതാ ഒത്തൊരുമയുള്ള, സ്നേഹമുള്ള, സ്വർഗതുല്യമായ അനുഭവമുള്ള ഒരു നല്ല കുടുംബം. പ്രിയമുള്ളവരെ, മരിക്കുന്നതല്ല നഷ്ടം, ജീവിച്ചിരിക്കുക ബന്ധങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നതാണ് മരണം. അപ്പോൾ ഈ ജീവിച്ചിരിക്കുന്ന മക്കളും മാതാപിതാക്കളും സഹോദരങ്ങൾ തമ്മിലുള്ള സ്നേഹം, ഇവരുടെ വാക്കുകളിൽ നിന്ന് നമ്മൾ കേട്ടതാണ്. ഓരോ കുടുംബവും നോക്കി പഠിക്കേണ്ട ഒരു പാഠപുസ്തകമാണ് ഈ തെക്കൂടൻ കുടുംബം. പ്രിയമുള്ളവരെ, ഈ നല്ല മാതാപിതാക്കൾക്കും മക്കൾക്കും പേരക്കുട്ടികൾക്കും ദൈവം ധാരാളമായ അനുഗ്രഹം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഗുഡ്നസ് ടിവിയുടെ ഒരു സ്നേഹ സമ്മാനം വളരെ സന്തോഷത്തോടെ നൽകുന്നു. ഇതോടുകൂടി മധുരം ജീവിത സായാഹ്നം എന്ന ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത ആഴ്ച ദൈവം വസിക്കുന്ന സന്തോഷമുള്ള, സ്നേഹമുള്ള ഒരു നല്ല കുടുംബത്തിൻ്റെ വിശേഷവുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. നന്ദി. ഈ കുടുംബത്തിലെ പുതിയ തലമുറയിലെ മക്കൾക്ക് പൊതുസമൂഹത്തോട് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു സ്നേഹവചനമുണ്ട്. പ്രഭാഷകൻ 3-ാം അധ്യായം 6-ാം വാക്യം. പിതാവിനെ ബഹുമാനിക്കുന്നവൻ ദീർഘകാലം ജീവിക്കും. കർത്താവിനെ അനുസരിക്കുന്നവൻ തൻ്റെ അമ്മയെ സന്തോഷിപ്പിക്കുന്നു. മധുരം ജീവിത സായാഹ്നം എന്ന ഈ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഈ പ്രോഗ്രാമിൽ ഉൾപ്പെടുത്താൻ ഇതുപോലെ മാതാപിതാക്കളെ സംരക്ഷിക്കുന്ന മാതൃകാ കുടുംബങ്ങൾ നിങ്ങളുടെ അറിവിലുണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കുക. ഫാദർ സെബാസ്റ്റ്യൻ നെടിയാനി VC, ഫോൺ 9847719190. ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. ഫോൺ 8111848719.